ഞാൻ ബിപിൻ സാറിലേക്ക് വരികയാണ്. ബിപിൻ സാർ, പലപ്പോഴും ഈ ഇത്തരത്തിലുള്ള ടീച്ചേഴ്സുകളുടെ പ്രതിഷേധ പ്രകടനങ്ങളിൽ വളരെ വികാരനിർഭരമായിട്ട് പ്രസംഗങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ആ വികാരനിർഭരമായിട്ടുള്ള പ്രസംഗം നടത്താനുള്ള ഒരു ഊർജ്ജം, ആ ഒരു പ്രേരണ എന്താണ്? മാത്രമല്ല നമുക്കൊരു കൺക്ലൂഡിങ് സെഷനിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ ഒരു സൊല്യൂഷൻ കൂടി അങ്ങേക്ക് പങ്കുവയ്ക്കും. താങ്ക് യു. ഞാൻ ഇപ്പം സാറ് ചോദിച്ച പോലെ എന്തുകൊണ്ടാണ് വികാരഭരിതമായിട്ട് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. കാരണം എൻ്റെ ഉള്ളിൽ തീയാണ് കിടക്കുന്നത്. ആ തീയുള്ളപ്പോൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ഭാവവും എല്ലാം അങ്ങനെയാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോൾ ചിരിക്കാൻ തന്നെ മറന്നുപോയി. കുട്ടികളുടെ മുന്നിൽ ഒരു യന്ത്രമനുഷ്യനെ പോലെയാണ് ഞാൻ അടക്കമുള്ള പല അധ്യാപകരും നിൽക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കുണ്ടായിട്ടുള്ള 2-3 വ്യക്തിപരമായ അനുഭവങ്ങൾ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായി എനിക്ക് പരിചയമുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയിലെ ഒരു അധ്യാപകനാണ്. അദ്ദേഹത്തെ ഞാൻ ആരുടെയും പേര് ഞാൻ വെളിപ്പെടുത്തുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ ഒരിക്കൽ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെ പോകുന്ന കാര്യങ്ങൾ? അപ്പം അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, സാറേ എങ്ങനെയാണ് കഴിഞ്ഞു പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പെയിൻറ്റ് പണിക്ക് പോവാണ് സാറേ എന്ന് പറഞ്ഞു. സാറേ, കഴിഞ്ഞ ദിവസം എനിക്ക് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവം ഉണ്ടായി. കാരണം ഞാൻ പെയിൻറ്റ് പണിക്ക് പോയി രാത്രിയിലാണ് പോകുന്നത്. കാരണം പകൽ പഠിപ്പിക്കാൻ പോകണം. രാത്രിയിലും ഒക്കെ കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതുണ്ട്. അപ്പോൾ അവിടെ ഒരു ദിവസം ഒരു വീട്ടിൽ പെയിൻറ്റ് പണി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നേരെ ജനലോടെ നോക്കുമ്പോൾ ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞ്. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ആ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടാനാണ് തോന്നിയത് എന്ന് അധ്യാപകൻ പറഞ്ഞു. കാരണം പഠിപ്പിക്കുന്ന കുട്ടി എന്നിട്ട് പിറ്റേ ദിവസം നിന്ന് ചോദിച്ചു, സാറെന്താ അവിടെ കണ്ടത് എന്ന് പറഞ്ഞപ്പോൾ അധ്യാപകൻ തൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ തൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പോൾ അധ്യാപകരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ കുട്ടികൾക്കും സമൂഹത്തിനും എല്ലാം തന്നെ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഇനി രണ്ടാമതായിട്ട് സാർ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കഴിഞ്ഞ 2 മാസങ്ങൾക്ക് മുമ്പ് കളക്ടറേറ്റിൽ വെച്ച് ഒരു ധർണ നടത്തുകയുണ്ടായി. അന്നും എനിക്ക് ഇതുപോലെ സംസാരിക്കുവാൻ വേണ്ടി ഒരു അവസരം തരികയുണ്ടായി. ഞാൻ അന്നും സാർ പറഞ്ഞ പോലെ വികാരഭരിതമായിട്ട് തന്നെ സംസാരിച്ചു. ആ വികാരഭരിതമായുള്ള സംസാരം കഴിഞ്ഞ് ഞാൻ പുറകോട്ട് നിൽക്കുമ്പോൾ ഒരു 40-45 വയസ്സുണ്ട്. ടീച്ചറുടെ എല്ലാം പാസ്സായ ടീച്ചറാണ്. അന്ന് പാസ്സായ ടീച്ചർമാരും കൂടെ നമുക്ക് പിന്തുണ തരണമെന്ന് എല്ലാ മാനേജ്മെൻറ്റുകളും പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ടീച്ചർ വന്ന് എൻ്റെ ഈ ഉരത്തിൽ ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ട് ആ ടീച്ചർ എന്നോട് പറഞ്ഞു, സാറേ ഞാൻ പറയേണ്ട കാര്യങ്ങളാണ് സാറ് പറഞ്ഞത്. കാരണം എൻ്റെ ജീവിതത്തിൽ നേരിട്ട് അനുഭവിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഞാൻ ആദ്യമേ എൻ്റെ കല്യാണം കഴിയുമ്പോൾ ഇതുപോലെ ശമ്പളം പാസ്സായിട്ടില്ലായിരുന്നു. എല്ലാ ദിവസവും ഞാൻ രാവിലെ പോകുന്നു. ഞാൻ വളരെ ഒരു ഓപ്പണായിട്ട് തന്നെ പറയുകയാണ്, എൻ്റെ അമ്മായിയമ്മ എല്ലാവരോടും പറഞ്ഞു അവർ വേറെന്തോ പണിക്ക് പോകുന്നതാണ് എന്നുള്ള വാചകം എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞു. എനിക്കത് വളരെ ഇൻസൾട്ടായി. കാരണം നമ്മൾ വളരെ പവിത്രമായൊരു പ്രൊഫഷനിൽ ഏർപ്പെട്ട് കുട്ടികൾക്ക് 4 അക്ഷരം പഠിപ്പിച്ചു കൊടുക്കുവാനാണ് പോകുന്നത്. അതിനെ എൻ്റെ അമ്മായിയമ്മ മോശമായ വാക്കുകൾ ഉപയോഗിച്ചു. എനിക്ക് പിന്തുണ തരും എന്ന് വിചാരിച്ച എൻ്റെ ഹസ്ബൻഡ് പോലും നിനക്ക് ഇതുവരെ ഒന്നും ആകാറായില്ലേ, നീ എന്തിനാ പോകുന്നേ എന്ന് പറഞ്ഞ് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്തു എന്നാണ് ആ ടീച്ചർ എന്നോട് പറഞ്ഞത്. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ അധ്യാപകരുടെ ഏറ്റവും വലിയ ഒരു ദുരവസ്ഥയാണ് ഈ സമൂഹത്തിന് മുമ്പിൽ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് ഇന്ന് സമൂഹത്തിൽ നിലനിൽക്കുന്നത്. നമുക്കറിയാം, ഭിന്നശേഷി സഹോദരങ്ങൾ തീർച്ചയായിട്ടും നമ്മളുടെ സഹോദരങ്ങൾ തന്നെയാണ്. അവർക്ക് അവകാശങ്ങൾ കൊടുക്കണം. അവരും നമ്മളെപ്പോലെ മനുഷ്യരാണ്. ഇവിടെ ആരും ഭിന്നശേഷി സഹോദരങ്ങൾക്കെതിരല്ല. അവർക്കും തീർച്ചയായിട്ടും പഠിപ്പിക്കാനുള്ള അവസരം എല്ലാം കൊടുക്കണം. പക്ഷേ സർക്കാരും മറ്റു ചില നിഗൂഢ ശക്തികളും നമ്മളെല്ലാവരും, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകളൊക്കെ ഭിന്നശേഷി സഹോദരങ്ങൾക്ക് എതിരാണെന്നുള്ള രീതിയിൽ കുപ്രചരണം വ്യാപകമായിട്ട് അഴിച്ചുവിടുകയാണ്. ഇവിടെ ഭിന്നശേഷിക്കാർക്ക് കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസത്തെ ദീപികയിൽ ആർട്ടിക്കിൾ നിങ്ങളെല്ലാവരും വായിച്ചു കാണും. ബഹുമാനപ്പെട്ട ജോബി അച്ഛൻ്റെ ആർട്ടിക്കിളായിരുന്നു. എല്ലാ മാനേജ്മെൻറ്റുകളും കൃത്യമായി ഭിന്നശേഷിക്കായി നീക്കി വെച്ചിരിക്കുന്ന സീറ്റുകളുടെ എണ്ണം കൊടുത്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒരു സംഭവം മാനേജ്മെൻറ്റുകൾ നീക്കി വെച്ചിട്ടില്ല, അവരുടെ അലംഭാവമാണെന്ന് പറഞ്ഞു. എൻ്റെ കോർപ്പറേറ്റ്, ഞാൻ പാലാരൂപതയിൽ നിന്നാണ് വരുന്നത്, 63 സീറ്റുകളോളം നമ്മൾ ഭിന്നശേഷി സഹോദരങ്ങൾക്കായി നീക്കി വെച്ചിട്ടുണ്ട്. അതിൽ ഗണ്യമായ രീതിയിൽ നിയമനം നടത്തുകയും ചെയ്തു. ബാക്കി തൊഴിൽ വകുപ്പിൽ നിന്നും എംപ്ലോയ്മെൻറ്റിൽ നിന്നൊക്കെ സർക്കാരിൻ്റെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. അവരത് നടത്തത്തുമില്ല. എന്നിട്ട് ഇപ്പോൾ ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയുന്നു, ഈ കാര്യത്തിൽ വ്യക്തത തേടുവാനായി ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണെന്ന്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഏത് ലോകത്താണ് ജീവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇപ്പോൾ സമയം 5:28. ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഇപ്പോൾ സമയം 5:28 എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ പറയും ഞാൻ വേറൊരാളോട് ചോദിക്കട്ടെ, അയാളും കൂടെ ചോദിച്ചാൽ 5:28 നിങ്ങൾ പറയാമല്ലോ. കാരണം സാമാന്യ ബോധ്യമുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ സമയം 5:28 ബഹുമാനപ്പെട്ട വകുപ്പ് മന്ത്രി പറയുകയാണ്, സുപ്രീം കോടതിയിൽ വിധിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സമാന സ്വഭാവമുള്ള എല്ലാ സൊസൈറ്റികൾക്കും ഈ NSSന് കൊടുത്ത വിധി ബാധകമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറയുവാണ് അതിൽ വ്യക്തത തേടാൻ വേണ്ടി ഞാൻ സുപ്രീം കോടതിയിലേക്ക് പോവുകയാണ്. ഒന്ന് ഓർത്തു നോക്കുക. തീർച്ചയായിട്ടും ജനപക്ഷ സർക്കാർ, ജനങ്ങളുടെ ക്ഷേമം തേടേണ്ട സർക്കാർ നമ്മൾ അധ്യാപകരുടെ ഈ സമൂഹത്തെ കുത്തിദ്രോഹിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തിടെ ഒരു സംഭവം ഉണ്ടായി. മലയാളികളുടെ അഭിമാനമായ ലാലേട്ടൻ മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കൊടുക്കുകയുണ്ടായി. നല്ല കാര്യം, ശ്രീ മോഹൻലാലിനെ ആദരിക്കുക തന്നെ വേണം. പക്ഷേ അദ്ദേഹത്തെ ആദരിച്ച വകയിൽ സർക്കാരിനുണ്ടായ ചെലവ് എത്രയാണെന്ന് നിങ്ങളെല്ലാവരും അറിഞ്ഞാണ്. 2 കോടി രൂപ. ഒന്നോർത്ത് ഇതൊരു 10 ലക്ഷത്തെ തീർക്കത്തില്ലേ? പോട്ടെ, അങ്ങേറ്റം പോയ 50 ലക്ഷത്തെ തീർക്കത്തില്ലേ? ബാക്കി 1.5 കോടി രൂപയുണ്ടല്ലോ. ആ 1.5 കോടി രൂപ കൊണ്ട്
മിനിമം ഒരു 10-20 അധ്യാപകരുടെ പ്രശ്നം തീർത്തു കൊടുക്കത്തില്ലേ? അതെങ്കിലും ഇവർക്ക് ചെയ്തുകൂടെ? അറ്റ്ലീസ്റ്റ് ഒരു സിംഗിൾ മാനേജ്മെന്റിലെ എങ്കിലും, ഈ കോർപ്പറേറ്റുകളുടെ വിട്ടേക്ക് ഒരു സിംഗിൾ മാനേജ്മെന്റിലെങ്കിലും അധ്യാപകർക്ക് അവർക്ക് ഗണ്യമായ രീതിയിലുള്ള അവകാശങ്ങൾ കൊടുത്തുകൂടെ? അതൊന്നും സർക്കാർ ചെയ്യുന്നില്ല. ഇവിടെ ഇപ്പോൾ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിയും ഒക്കെ അവരുടെ ആ കടുംപിടുത്തത്തിൽ നയഞ്ഞത് ബഹുമാനപ്പെട്ട നമ്മുടെ അച്ഛന്മാരും ബഹുമാനപ്പെട്ട ബിഷപ്പുമാരും എല്ലാം ശക്തമായ രീതിയിൽ പ്രതികരിച്ചപ്പോഴാണ്. അവിടെയാണ് നിങ്ങൾ ക്രൈസ്തവ സഭയുടെയും ബഹുമാനപ്പെട്ട അച്ഛന്മാരുടെയും ബഹുമാനപ്പെട്ട ബിഷപ്പുമാരുടെയും എല്ലാം നിലപാടും ആർജവും മനസ്സിലാക്കേണ്ടത്. ഒരു ബിഷപ്പും ഒരു വൈദികനും ഇന്നേ വരെ ക്രിസ്ത്യാനികൾക്ക് മാത്രമേ നീതി നടപ്പാക്കി കൊടുക്കാവൂ എന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഞാൻ എല്ലാവരോടും വെല്ലുവിളിക്കുകയാണ്, ഇന്നേ വരെ അങ്ങനെ ഒരു പ്രസ്താവന ഒരു ബിഷപ്പോ ഒരു വൈദികനോ പറഞ്ഞിട്ടില്ല, ക്രിസ്ത്യാനികൾക്ക് മാത്രമേ കൊടുക്കാവുള്ളൂ എന്ന്. ഇവിടെ ബിഷപ്പുമാരും അച്ഛന്മാരും എല്ലാം നീതി വേണ്ട എല്ലാ അധ്യാപകർക്കും വേണ്ടിയാണ് പോരാടുന്നത്. അതിൽ ക്രൈസ്തവനുണ്ട്, ഇസ്ലാമുണ്ട്, ഹിന്ദു ഉണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട്, എല്ലാവർക്കും വേണ്ടിയാണ് പോരാടുന്നത്. പക്ഷെ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഇതിൽ നിന്നെല്ലാം മുഖം തിരിക്കുകയാണ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് നോക്കുക, പണ്ട് നമ്മൾ പഠിക്കുന്ന ഒരു കഥയുണ്ട്. പൊതിച്ചോറ് മോഷ്ടിക്കുന്ന വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിക്കുന്ന അധ്യാപകന്റെ ഒരു കഥ നമ്മൾ മലയാളം സെക്കൻഡിൽ ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുകയുണ്ടായി. സമാന സാഹചര്യത്തിലാണ് ഇന്ന് അധ്യാപകന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവിടെ വിദ്യാർത്ഥിയുടെ പൊതിച്ചോറ് മോഷ്ടിക്കുന്നില്ലെന്നേ ഉള്ളൂ, മനുഷ്യന്റെ എല്ലാ വിധത്തിലുള്ള ഊർജ്ജങ്ങളും എല്ലാം ഇവിടെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ 2 സഹോദരങ്ങൾ ഈ പേരിൽ ആത്മഹത്യ ചെയ്യപ്പെട്ടു. താമരശ്ശേരിയിലെ അലീന ടീച്ചർ മരിച്ചു കഴിഞ്ഞ് പിറ്റേ ദിവസം അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ വകുപ്പ് ടീച്ചർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കൊടുത്തു. ഇവിടെ പല അധ്യാപകരും ചിന്തിക്കുകയാണ്, ഞാൻ ആത്മഹത്യ ചെയ്താൽ എൻ്റെ കുടുംബമെങ്കിലും രക്ഷപ്പെടുമല്ലോ, എനിക്ക് കിട്ടാനുള്ള എൻ്റെ അവകാശങ്ങൾ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് കിട്ടുമല്ലോ എന്ന് പല അധ്യാപകരും ചിന്തിച്ചു കഴിഞ്ഞു. ഒന്ന് ഓർത്തു നോക്കുക, പവിത്രമായ മാതാപിതാ ഗുരുദേവ് എന്നാണ്. ഇന്നത് മാറി മാതാപിതാ ഗൂഗിൾ ദേവ് എന്നാക്കി. ഗുരു എന്നുള്ളത് ഇന്ന് റീപ്ലേസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും പ്രതികൂലമായ ഒരു സാഹചര്യത്തിൽ നമ്മളെ കാത്തു പരിപാലിക്കേണ്ട ഭരണാധികാരികൾ പോലും നമുക്ക് പ്രതികൂലമായ ആക്ഷൻസും മറ്റും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഇത് ദൈവത്തിൻ്റെ സ്വന്തം കൺട്രി എന്നുള്ള ആ ലേബൽ തന്നെ എടുത്തു മാറ്റി ചെകുത്താന്റെ സ്വന്തം രാജ്യത്ത് ജീവിക്കേണ്ട ഒരു അവസ്ഥയല്ലേ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു പോവുകയാണ്. ഞാൻ നേരത്തെ ആദ്യമേ പറഞ്ഞപ്പോൾ 2-3 അനുഭവങ്ങൾ പറഞ്ഞു. എനിക്ക് വ്യക്തിപരമായിട്ടുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാൻ വിട്ടുപോയി. അത് ഞാൻ നിങ്ങളോട് ഒരു 2 മിനിറ്റിൽ ഞാൻ പറഞ്ഞോളാം. ഞാൻ പാലായിലൊരു സ്കൂളിൽ വർക്ക് ചെയ്തിട്ട് അതിന് ഡെയിലി വേജ് കിട്ടാൻ വേണ്ടി പാല ഓഫീസിൽ കയറിയിട്ട് തിരിച്ചു വരികയാണ്. അപ്പോൾ ആ കോമ്പൗണ്ടിൻ്റെ വെളിയിൽ ഒരു പിച്ചക്കാരൻ അയാൾ ഭിക്ഷ യാചിക്കുന്നുണ്ട്. അപ്പോൾ ഭിക്ഷ 1 രൂപ 2 രൂപ തൊട്ടൊക്കെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ തൊട്ടിട്ട് പോയവരെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഞാൻ വന്നു. ഞാനാണെങ്കിൽ അധ്വാനിച്ച പൈസ കിട്ടാൻ വേണ്ടിയാണ് ഓഫീസിൽ കയറി ഇറങ്ങിയത്. എനിക്ക് കിട്ടിയില്ല, എൻ്റെ 5 പൈസയില്ല. ഞാൻ എൻ്റെ കൂട്ടുകാരൻ്റെ കൂടെ അവൻ്റെ ചിലവിലാണ് ഞാൻ വരുന്നത്. എന്നോട് ചോദിച്ചു വല്ലതും തരാമോ? ഞാൻ പറഞ്ഞു ഒന്നുമില്ലെന്ന് പറഞ്ഞു. എന്നെ ശപിക്കുകയാണ്. അപ്പോൾ ഞാൻ ദൈവമേ, വഴിയെ പോകുന്ന ആ മനുഷ്യൻ്റെ ആ സഹോദരൻ്റെ കൂടെ ശാപം, എൻ്റെ ഈ 10 പൈസ ഇല്ലാഞ്ഞിട്ട് ഞാൻ ഏറ്റു വാങ്ങിയല്ലോ എന്ന് ഞാൻ ആലോചിച്ച് പോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ള എൻ്റെ സുഹൃത്ത് പറഞ്ഞു, നീ ഒരു അധ്യാപകനായതുകൊണ്ടാണ് നീ വഴിയെ പോയ ഒരു പരിചയമില്ലാത്ത ആളുടെ ശാപം ഏറ്റുവാങ്ങിയത്. മറിച്ച് നിൻ്റെ കൂടെ സമാന പ്രായമുള്ള ആൾക്കാരെ പോലെ വലിയ MBAയോ അല്ല വല്ല IT പ്രൊഫഷണൽ ആയിരുന്നെങ്കിൽ നിനക്കൊരു ചെക്ക് തന്നെ എഴുതി കൊടുക്കായിരുന്നു എന്ന് അവൻ പറയുകയുണ്ടായി. അപ്പോൾ ഞാൻ ഓർത്ത് പോവുകയാണ്, അധ്യാപകൻ്റെ ഒരു ദുരവസ്ഥയെക്കുറിച്ച് ഞാൻ ആലോചിച്ച് പോവുകയാണ്. നമ്മളെല്ലാവരും സമാന ദുരന്തങ്ങൾ അനുഭവിക്കുന്ന ആൾക്കാരാണ്. തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധം, നമുക്ക് നീതി കിട്ടിയില്ലെങ്കിൽ ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടിൻ്റെ രൂപത്തിൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രതിഷേധം ഉണ്ടാകണമെന്ന് തന്നെയാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്.